നമസ്കാരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് MLA ഹുമയൂൺ കബീറിനെ പുറത്താക്കിയത് ഒരു നാടകമാണ് എന്ന ഇത് തെളിവ് സഹിതം ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് MLA ആയ ഹുമയൂൺ കബീർ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തർക്കമന്ദിരം പൊളിഞ്ഞു വീണ ആ ദിവസം, അതായത് ഡിസംബർ 6 തന്നെ ബാബറി മസ്ജിദിൻ്റെ ഒരു തറക്കല്ലിടും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് വലിയ പിന്തുണയാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ ഹിന്ദുക്കളുടെ ഒരു വലിയ എതിർപ്പിന് ഇത് കാരണമാകുമെന്നും അടുത്ത വർഷം പശ്ചിമബംഗാളിൽ നടക്കാൻ പോകുന്ന ഇലക്ഷന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തൃണമൂൽ കോൺഗ്രസിന് ലഭിക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇയാളെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഒരു നാടകമാണ് ഇത് എന്നാണ് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നത്. താൽക്കാലികമായി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഒരു സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഇത്തരം നടപടികളുമായിട്ട് തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള MLA ആയ ഹുമയൂൺ കബീർ മുന്നോട്ട് പോകും. ഇന്ന് 12 മണിക്ക് മുർഷിദാബാദിൽ അയാൾ ബാബറി മസ്ജിദിൻ്റെ തറക്കല്ലിടുകയാണ്. ആ ബാബറി മസ്ജിദിൻ്റെ തറക്കല്ല് ഇട്ട ശേഷം അതിൻ്റെ പദ്ധതികളുമായി മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഹുമയൂൺ കബീറിൻ്റെ ഭാഗത്തുണ്ടായത്. പോലീസിൻ്റെ വലിയ ഒരു സേനയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ സേന ഈ നീക്കത്തെ തടയാനല്ല, ആവശ്യമായ പിന്തുണ ഹുമയൂൺ കബീറിന് കൊടുക്കുവാനാണ് എത്തിയിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ വലിയ തീവ്രവാദ സംഘടനകളിൽപ്പെട്ട ആൾക്കാരുടെ ഒരു വലിയ കൂട്ടം തന്നെ ഹുമയൂൺ കബീറിന് പിന്തുണയുമായി അവിടെ എത്തിയിട്ടുണ്ട്. മുർഷിദാബാദിൽ ഈ നീക്കം ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഘർഷം ഉണ്ടാക്കും എന്നൊക്കെയാണ് ഹുമയൂൺ കബീർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്തായാലും അത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുവാൻ ഉള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം സർക്കാരിൽ നിന്ന് തന്നെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. സീനിയർ ലീഡേഴ്സ് അടക്കം, സീനിയർ നേതാക്കന്മാർ അടക്കം ഹുമയൂൺ കബീറിൻ്റെ ഈ ഒരു ഉദ്യമത്തിന് വലിയ പിന്തുണയാണ് ആദ്യം മുതൽ ഈ നിമിഷം വരെ നൽകിയിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ബാബറി മസ്ജിദിൽ പണിയുന്നതിലല്ല, ഒരു മസ്ജിദ് പണിയുന്നതിന് അപ്പുറം ബാബർ എന്ന അധിനിവേശക്കാരൻ്റെ ഇന്ത്യയിൽ ഒരു തുള്ളി രക്തമെങ്കിലും വീണാൽ എനിക്ക് സ്വർഗം ലഭിക്കില്ല, ഇന്ത്യ എന്നത് അന്ധവിശ്വാസികളുടെ നാടാണ് എന്ന്, ഇന്ത്യ എന്നത് കാഫറുകളുടെ നാടാണ്, ഈ നാടിനെതിരെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ ബാബറിൻ്റെ ഒരു സ്മാരകം ഇവിടെ പണിയുന്നതിലാണ് തികച്ചും ദേശീയവാദികളായിട്ടുള്ള ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള എതിർപ്പ്. കാരണം ഈ ദേശത്തിനെതിരെ നിന്ന ഒരാളിൻ്റെ സ്മാരകമാണ് ബാബറി മസ്ജിദ്. ആ ബാബറി മസ്ജിദാണ് അവിടെ പണിയുവാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ പിന്തുണ ലഭിക്കുന്നത്. ഇത് വലിയ രീതിയിൽ രാജ്യത്തിൻ്റെ ദേശീയതയെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് ഇത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയുവാൻ കഴിയും. കാരണം ബാബർ തികച്ചും ദേശവിരുദ്ധനായിട്ടുള്ള, തീവ്രവാദിയായിട്ടുള്ള, ഭീകരവാദിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ളൊരു റൂളറാണ്, അത്തരത്തിലുള്ളൊരു ലീഡറാണ് ബാബർ എന്ന് നമുക്ക് ചരിത്രത്തിൽ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു ഭീകരവാദിക്ക് വേണ്ടിയിട്ടാണ് ഹുമയൂൺ കബീർ എന്ന തൃണമൂൽ കോൺഗ്രസ് MLA മുർഷിദാബാദിൽ പള്ളി പണിയാനുള്ളൊരു ശ്രമം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പശ്ചിമബംഗാളിൽ വളരെയധികം നുഴഞ്ഞുകയറ്റക്കാർ അവിടെ എത്തുകയും അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെയും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത്തരം ഒരു ഭീകരവാദികളിൽ നിന്നൊക്കെയുള്ള വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അത്തരത്തിൽ ഒരു ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽ വലിയ മുസ്ലിം വിഘടനവാദം നടത്തുന്ന അത്തരത്തിലുള്ള ഒരു സംഘടനകളിൽ നിന്നുള്ള വലിയ സപ്പോർട്ടും ഹുമയൂൺ കബീറിന് ലഭിക്കുന്നുണ്ട്. ഇത്തരം സംഘടനകളുടെ സപ്പോർട്ട് തൃണമൂൽ കോൺഗ്രസിനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഒരു വോട്ട് എൻ ബ്ലോക്കായിട്ട് തൃണമൂൽ കോൺഗ്രസിന് ലഭിക്കുകയും അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ തൃണമൂൽ കോൺഗ്രസിന് ലഭിക്കുകയും അവരുടെ വിജയത്തിലെത്തിക്കുവാനുള്ളൊരു ശ്രമമാണ് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന MLA ആയിട്ടുള്ള ഹുമയൂൺ കബീറിന് അത്തരത്തിലുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഇതിന് പാർട്ടി വലിയ പിന്തുണ, കാരണം ഹിന്ദുക്കളെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹുമയൂൺ കബീറിനെ താൽക്കാലികമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഇയാൾക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കുക, പോലീസിൻ്റെ അടക്കം പിന്തുണ കൊടുക്കുക. അതിനുശേഷം പിറകിൽ നിന്ന് മാറി നിൽക്കുക, ഇദ്ദേഹത്തെ പുറത്താക്കി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഇയാളെ പുറത്താക്കിയതുകൊണ്ട് തന്നെ അയാൾ ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു കടമയല്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് 12 മണിക്ക് ശേഷം, ബാങ്ക് വിളിക്ക് ശേഷം ബാബറി മസ്ജിദിൻ്റെ ഒരു തറക്കല്ലിടും എന്നാണ് ഹുമയൂൺ കബീർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെ തടയുന്ന പക്ഷം വലിയ രീതിയിൽ ഹൈവേ ഒക്കെ
തടഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധമൊക്കെ നടത്തുമെന്ന് ഹുമയൂൺ കബീർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊന്നും ആവശ്യം സത്യത്തിൽ ഇപ്പോൾ ഇല്ല. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ വലിയ പിന്തുണ ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിലാണ് ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇന്ത്യ സഖ്യം വളരെ പരസ്യമായ പിന്തുണയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. പാർലമെൻറ്റിൽ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച, പാർലമെൻറ്റിൽ ഹിന്ദുക്കളെ, കാഫറുകളെ കൂട്ടക്കൊല നടത്തും എന്ന് പറഞ്ഞ SP-ക്കും വലിയ രീതിയിലുള്ളൊരു പിന്തുണയാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് ഹിന്ദു വിരുദ്ധമായിട്ടുള്ള, രാജ്യവിരുദ്ധമായിട്ടുള്ള എന്ത് നടപടികൾക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയ പിന്തുണയാണ്. SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന SIR-ന് വലിയ രീതിയിലൊരു പ്രതിഷേധവും, എന്നാൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് വലിയ രീതിയിലുള്ള പിന്തുണയും, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വലിയ ഭീകരവാദ സംഘടനകൾക്ക്, ഇസ്ലാമിസ്റ്റ് ഭീകരവാദ സംഘടനകൾക്കൊപ്പം തന്നെ മാവോയിസ്റ്റ് ഭീകരവാദ സംഘടനകൾക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയ പിന്തുണയുണ്ട്. അതിൽ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ വലിയ പിന്തുണയുണ്ട്. ആ ഒരു പിന്തുണയാണ് ഇപ്പോൾ ഹുമയൂൺ കബീറിലേക്കും ലഭിക്കുന്നത്. മമതാ ബാനർജി തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവിടെ SIR നടപ്പിലാക്കില്ല, എല്ലാവിധ പിന്തുണയും ഇവിടെ നുഴഞ്ഞു കയറി വന്ന മുസ്ലിം വിഭാഗത്തിന് നൽകും, ബംഗ്ലാദേശികൾക്ക് നൽകും എന്ന വലിയ രീതിയിലുള്ള പിന്തുണ ബംഗ്ലാദേശി മുസ്ലിമിന് ഇപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഈ ആൾക്കാർ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്തിൽ നടത്തിയതെന്ന് നമുക്ക് പിന്നോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. സന്ദേശ് ഖലീലടക്കം അവരുടെ MLA കുറ്റക്കാരനാണെന്ന തെളിവുകൾ പുറത്ത് നേരത്തെ തന്നെ വന്നു കഴിഞ്ഞിരുന്നു. അവിടുത്തെ ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന MLA വർഷങ്ങളോളം അവിടുത്തെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ പീഡിപ്പിച്ചതും അവരെ ദ്രോഹിച്ചതിൻ്റെയും തെളിവുകൾക്ക് ശേഷം പോലും അയാളെ അറസ്റ്റ് ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത പോലും അന്ന് തൃണമൂൽ കോൺഗ്രസ് ആദ്യമൊന്നും കാണിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ദുർഗാപൂജയുമായിട്ട് ബന്ധപ്പെട്ട ഘോഷയാത്രകൾ നടത്തുന്നതിന് അവിടെ നിരോധനം ഏർപ്പെടുത്തുകയുണ്ടായി. ജയ് ശ്രീറാം വിളികൾക്ക് അവിടെ നിരോധനം ഏർപ്പെടുത്തുന്ന ഒരു നടപടികളുമായിട്ട് മമതാ സർക്കാർ മുന്നോട്ട് പോയി. അപ്പോൾ ഏത് വിധേനയും ഹിന്ദുക്കളെ തകർക്കുക, ഹിന്ദുക്കളെ നശിപ്പിക്കുക, അതോടൊപ്പം തന്നെ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ തുടരുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മമത ചെയ്തു വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ആ ഒരു നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹുമയൂൺ കബീറിന് ലഭിക്കുന്ന പിന്തുണ എന്ന് വേണം കണക്കാക്കാൻ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.